അച്ഛാ ആ എന്താ പരിപാടി? ഇന്ന് കൊഴുക്കട്ട. ഓ അച്ഛാ, എനിക്ക് ഈ കോഴിക്കട്ട ഒന്നും ഇഷ്ടമല്ല, പോടിച്ചിട്ട്. എന്തോ പറഞ്ഞാലും പറയോ എനിക്ക് ഇഷ്ടമല്ല. ഏത്തക്ക വെച്ചുള്ള ഒരു കൊഴുക്കട്ടയാ. ഏത്തക്ക കോഴിക്കട്ട. അതാണ് ഇന്നത്തെ പരിപാടി. ഏത്തപ്പഴമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഏത്തക്ക അരിഞ്ഞ് തുടങ്ങി അച്ഛാ. ഇത്രയും മതി അച്ഛാ? ഇത് ഇത്രയും മതി. അപ്പൊ ഇതോ? ഇത് ആവശ്യമുണ്ട്. നീ അവിടെ നിൽക്കേ, നമുക്ക് ചില ഏലക്ക പൊടിച്ചെടുക്കാം. കുറച്ച് ഏലക്കായേ ഉള്ളൂ. ആ പൊടിഞ്ഞ ചായ? പൊടിഞ്ഞു. നമസ്കാരം, നാടൻ രുചിയിലേക്ക് സ്വാഗതം. അങ്ങനെ അച്ഛൻ ഇന്നൊരു ഏത്തക്ക കുഴിക്കട്ട ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് നമ്മളെ പിടിച്ചു നിർത്തിയേക്കുവാണ്. അച്ഛൻ എന്തൊക്കെ ചെയ്തത് നിങ്ങൾ കണ്ടു. ഇത്ര നേരം കണ്ടിരുന്നതിന് 1000 നന്ദി. വിശേഷം എന്താ, വീഡിയോസ് വന്നോണ്ടിരിക്കുന്നു. അപ്പൊ നേരെ വീഡിയോയിലേക്ക്. തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഏത്തപ്പഴം ഇടുന്നേ, ഏലക്ക ഇടുന്നേ, എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്യുന്നു. പഞ്ചസാര ഇടുന്നില്ല അച്ഛാ? ആവശ്യത്തിനുള്ള മധുരം ഇതിനകത്തുണ്ട്. ഏത്തക്ക പഴുത്തതായിരുന്നു, അതുകൊണ്ട് നല്ല മധുരം കാണും. ഇതിനൊക്കെ കുറച്ച് കഴിച്ചാൽ മതി. ഇതിവിടെ ഇരിക്കട്ടെ. ഗോതമ്പൊടി കുടഞ്ഞിടുന്നേ, കുറച്ച് നല്ല ജീരകം ഇടുക, തേങ്ങാപ്പീര ഇടുക, ഉപ്പിടുക. വെള്ളം ഒഴിക്കണ്ട അച്ഛാ? നിന്നോട് ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്യുന്ന നീ നോക്കിക്കൊണ്ട് ഇന്നോ. ഉത്തരവ്. ഇതിനായിരുന്നു ഏത്തപ്പഴം എടുത്ത് ഏത്തപ്പഴം ഇട്ട് കുഴയ്ക്കുന്നു. പൊറോട്ട മാസ്റ്റർ ആയിരുന്നു അച്ഛൻ പണ്ട്. എല്ലാ പരിപാടിയും ഉണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് ഇതുവരെ പൊറോട്ട ഒന്നും ഉണ്ടാക്കി തന്നിട്ടില്ലല്ലോ. ഒരു ദിവസം ഉണ്ടാക്കാം അച്ഛായ. ഒരു കമന്റും ഫോട്ടോയും കൂടെ വന്നായിരുന്നേ, അച്ഛനെ ഞാൻ കാണിച്ചില്ലേ? ആ ഫോട്ടോ നമ്മൾ ഈ വീഡിയോയിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുവാണ്. അച്ചായന്റെ റെസിപ്പി കൊഞ്ചു വെളുത്തുള്ളി ചമ്മന്തി ഉണ്ടാക്കി നോക്കി, സൂപ്പർ കിടു എന്ന് പറഞ്ഞിട്ട്. ഉണ്ടാക്കി നോക്ക് മക്കളെ, ഫോട്ടോയും കമന്റും ഒക്കെ ഇട. ഇതൊക്കെ അല്ലേ കുഞ്ഞുങ്ങളെ ഒരു സന്തോഷം. ഗോതമ്പ് പൊടിയും പഴവും തേങ്ങാപ്പീരയും ഉപ്പും ഒക്കെ ചേർത്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. വാഴയിലൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഉരുട്ടി തുടങ്ങിയിട്ടുണ്ട്. ഫില്ലിങ് വെക്കുന്നു. അങ്ങനെ അച്ചായൻ 6 കുഴിക്കട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പീര അതിൻ്റെ മുകളിൽ വെതറുകയും ചെയ്തു. അച്ചായൻ തുറക്കുന്നേ. 6 കുഴിക്കട്ട കുട്ടന്മാരിരിക്കുന്ന കണ്ടോ? ഇതെന്തോ അച്ചായ? എടുക്കുക. കൊഴുക്കട്ട റെഡി. നിന്നെ കുറിച്ചു ഞാൻ പാടിയ പാട്ടിന് നിരവധിയോളങ്ങൾ ശ്രുതിയിട്ടു. നിന്നെ കുറിച്ചു ഞാൻ പാടിയ പാട്ട്. ചക്കര നോക്ക്, അച്ചായൻ ഉണ്ടാക്കി തന്ന കുഴിക്കട്ട. ഏത്തക്ക കുഴിക്കട്ട എന്ന് പറയണം, ഇല്ല അച്ചായ? ഏത്തക്ക കൊഴുക്കട്ട സോഫ്റ്റാണ് കേട്ടോ. നല്ല മധുരം ഉണ്ടല്ലോ അച്ചായ. ഏത്തക്ക പഴുത്തല്ലേ? ഏലക്കയുടെ ഫ്ലേവറും ഇടയ്ക്ക് നല്ല ജീരകം കടിക്കാൻ കിട്ടുന്നുണ്ട്. ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. തേങ്ങാപ്പീരയും നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ചേർക്കാൻ മറക്കല്ലേ കേട്ടോ. പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ഇട്ടിട്ടില്ല. ഭയങ്കര ഹെൽത്തി ഫുഡാണ്. അപ്പൊ ഏത്തക്ക കോഴിക്കട്ട ഉണ്ടാക്കുക കേട്ടോ. ഉഗ്ര റെസിപ്പി അല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം, 4 മണി പലഹാരമായിട്ട് ഉപയോഗിക്കാം. കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. വെടി നല്ല മഴയുണ്ട്.
കാപ്പിയും കൊഴുക്കട്ടയൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുന്നു. ജോൺസൺ മാഷ പാട്ട് മാത്രമില്ല, എന്നാലും പാട്ടിട്ട് കേൾക്കാൻ നോക്കട്ടെ കേട്ടോ. വേറെ വിശേഷമൊന്നുമില്ല. ഇതൊന്ന് ട്രൈ ചെയ്യണം. ഗംഭീര ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആവും, അല്ലെങ്കിൽ 4 മണി പലഹാരമാകും. അടിപൊളി സോഫ്റ്റ് ആയിട്ട് നല്ല ഫ്ലേവേർഡ് കൊഴുക്കട്ട. എനിക്കതേ ഉള്ളൂ പറയാൻ. ഫസ്റ്റ് ട്രൈ ആണ്. വേറെ വിശേഷമൊന്നുമില്ല. വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നു. ഒന്നുകൂടെ ഒരു സപ്പോർട്ട് കുറച്ചുകൂടെ പ്രതീക്ഷിക്കുന്നു. കാണുന്നവരൊന്ന് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്താൽ മതി. പ്രശ്നം കഴിഞ്ഞു കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇത്ര നേരം തന്നതിന് 1000 നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ആ സൈഡിലുള്ള ബെൽബട്ടൺ അടിച്ചു പൊട്ടിച്ച് നശിപ്പിച്ചേക്ക്. ടാറ്റ, ബൈ ബൈ, ബൈ ബൈ, കാപ്പി, ബൈ ബൈ. അനുരാഗവതി നിൻ ചൊടികളിൽ നിന്നാലിപ്പഴം പൊഴിയും